ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു 5 o'clock തൊട്ട് ഉറങ്ങുന്നിടം വരെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യൂഷ്വലി തുണി എന്തെങ്കിലും ഉണക്കാനിടുവാണെങ്കിൽ ഞാനത് തിരിച്ച് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ എടുക്കാറുള്ളൂ. കാരണം ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. രാവിലെ ഉച്ചയ്ക്കൊക്കെ പുറത്ത് ബാൽക്കണി ഇപ്പോൾ ഒരു ഇച്ചിരി നേരം പോലും ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി വൈകുന്നേരം ഇല്ലെങ്കിൽ രാത്രി ആയിരിക്കും തുണിയൊക്കെ ഉണക്കാനിട്ടത് എടുക്കുന്നത്. യൂഷ്വലി ഒരു 2 or 3 days കൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ വാഷിംഗ് ഒക്കെ ചെയ്യാറ്. അങ്ങനെ ഡെയിലി ചെയ്യാറില്ല. എൻ്റെ ബാൽക്കണിയിലുള്ള ഒരു വൺ ഓഫ് ദി പ്ലാന്റ് ആണ് ജാസ്മിൻ. ഈ സമ്മറിന് പറ്റിയ ബാൽക്കണിയിൽ എനിക്ക് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കരിഞ്ഞു പോയി സമ്മറിൻ്റെ ഒരു ആ ചൂടൊക്കെ കാരണം. ബട്ട് ജാസ്മിൻ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അതും നല്ല പൂക്കൾ. ഒരു 2 ദിവസം കൂടി നിൽക്കുമ്പോൾ എനിക്കൊരു 5-6 പൂവൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്, സമ്മറിന് പറ്റിയ ഒരു പ്ലാന്റ് ആണ് ജാസ്മിൻ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ കുറേ മുല്ലയുടെ ഒക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എന്ത് കെയറാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കാറില്ല. ജസ്റ്റ് കഞ്ഞിവെള്ളം ഒരു 2-3 days ഒക്കെ ആകുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കും. കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ ഞാനെങ്കിൽ മുട്ടയുടെ തോടും ഇതുപോലെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ചെയ്യാറുള്ളത്. ഇതിവിടുത്തെ ആമയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഒരു സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഇതുപോലെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു പരിപ്പുവടയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പരിപ്പുവട ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട്, അപ്പോൾ ഐ തോട്ട് ഓഫ് മേക്കിംഗ് പരിപ്പുവട. യൂഷ്വലി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് ചായ കുടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഇതുണ്ടാക്കാമെന്ന്. അതിൻ്റെ ഒരു കുഞ്ഞ് റെസിപ്പിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ 4 hours വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത പരിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് ഫുൾ വാട്ടർ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പരിപ്പിൽ ഒട്ടും വെള്ളം കാണരുത്. വെള്ളം ഫുള്ള് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ പരിപ്പ് മാറ്റിയെടുക്കാൻ. പിന്നെ വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 7-8 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ചിലവർ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ചില്ലി ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പിന്നെ ഇതൊന്നും എടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം ഞാനൊരു 8-9 ഇത് എടുത്തിട്ടുണ്ടായിരുന്നു വറ്റൽമുളക്. അപ്പോൾ അത് തന്നെ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു മസാലയോ അങ്ങനെയുള്ള പൗഡേഴ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ കടല ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. ഭയങ്കര ഫൈൻ പേസ്റ്റോ അങ്ങനെ ഒരു ചെറിയൊരു തരി പോലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അതിനകത്ത് കുറച്ച് അതിൻ്റെ ആ കടലയുടെ ആ പോർഷൻസ് ഒക്കെ കാണുന്ന രീതിയിൽ ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന നമ്മുടെ ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അത് ഭയങ്കരമായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കണ്ട, അതും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന പരിപ്പിനകത്തോട്ട് ഈ മിക്സ് ആഡ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ ബൗൾസ് ആയിട്ട് ആക്കിയെടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പരിപ്പുവടയുടെ ഒരു ഏകദേശം ഷേപ്പൊക്കെ അറിയാമല്ലോ, ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഞാൻ ഒരു 2 ഗ്ലാസ് പരിപ്പാണ് കേട്ടോ എടുത്തത്. അതിന് ഞാനൊരു 12 പീസ് പരിപ്പുവട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ഷേപ്പിലുള്ള പരിപ്പുവട ഒരു 12 പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ വെക്കാൻ നോക്കുക. കാരണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കരിഞ്ഞു പോവും, പിന്നെ ഉള്ളിലുള്ളത് വേവത്തുമില്ല. ഈവൻ ലോ ഫ്ലെയിമിലാണെങ്കിൽ പിന്നെ എണ്ണ പിടിക്കുകയും ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി പരിപ്പുവടയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ യമ്മി. പരിപ്പുവടയുടെ കൂടെ പിന്നെ ചായ എന്തായാലും മസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കാം.
അങ്ങനെ ചായയും പരിപ്പോടെയൊക്കെ കഴിച്ച് ഇങ്ങനെ ചുമ്മാ ടി വി കണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ നോക്കിയപ്പം ആടുജീവിതം ഫിലിം വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പം നമ്മൾ വിചാരിച്ച എന്നാൽ അത് കാണാമെന്ന്. ഇന്ന് രാത്രിയിൽ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ആ ഫിലിം കാണണമെന്ന്. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ കാണണമെന്ന് വിചാരിച്ച ഫിലിമായിരുന്നു. പക്ഷേ ഇതുപോലെ 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെ അത് കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യമേ 4 വയസ്സുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് കാണാൻ പോയില്ല. സോ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വി തോട്ട് ഓഫ് വാച്ചിങ് ഇറ്റ്. എനിക്ക് ഫിലിം കാണുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്ന ശീലം ഭയങ്കരമായിട്ടുണ്ട്. അത് ഭയങ്കര ഹെവി ഫുഡൊന്നുമല്ല, ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒരു മാംഗോ ജ്യൂസും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഞാൻ ഫിലിം കാണാനായിരുന്നു. എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി ഫിലിം കാണാൻ ഓൾമോസ്റ്റ് നല്ല മൂവീസ്, നല്ല റിവ്യൂ ഉള്ള മൂവീസൊക്കെ ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെ അവർ അലൗ ചെയ്യുന്നില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് പോവാഞ്ഞത്. പിന്നെ ഈ മൂവി ഒരു 3 hours മൂവിയാണ്. ഫിലിം റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഭയങ്കരമായിട്ട് ലാഗ് എടുപ്പിച്ചു. ഒരു 3 hours മൂവി ഇല്ല സത്യം പറഞ്ഞാൽ. അതിനും പറഞ്ഞ് ഒരു സ്റ്റോറി ഒന്നും ഇല്ല. അവൻ്റെ ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഓക്കെ, ബട്ട് 3 hours മൂവി, ജസ്റ്റ് ഒരു 1.5 hours മൂവിയേ ഉള്ളൂ. മൂവി ഓക്കെയാണ്, ബട്ട് കുറച്ച് ലാഗാണ്. ഫിലിമൊക്കെ കഴിഞ്ഞപ്പം തന്നെ ഒരു 1 o'clock ആയി. പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം ഞാൻ കഴിച്ചില്ല, ഞാൻ ഓൾറെഡി ഫുള്ളായിരുന്നു. പിന്നെ ഇക്കായും മോനും കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ. അപ്പോൾ എല്ലാ ദിവസവും സിനിമ കാണലും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. See you with another video. Bye.